നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. മാത്യു ഷമ്മൽ സാറിൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു പ്രതികരണം ചെയ്തിരുന്നു. അതായത് ബീഹാറിലെ മതമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഫിഗർ അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു പ്രതികരണം ചെയ്തിരുന്നു. ആ വീഡിയോ മാത്യു ഷമ്മൽ സാറ് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വിക്ടർ ജോർജ് എന്ന് പറയുന്ന ഒരു പ്രിയ സുഹൃത്ത് ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല. എന്നാൽ അദ്ദേഹം നേരത്തെ തന്നെ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിക്ടർ ജോർജ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. മാത്യു ഷമ്മൽ സാറുമായിട്ട് നമ്മുടെ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചു വന്നു. മാത്യു ഷമ്മൽ സാറിൻ്റെ ഒരു പ്രതികരണം ഒക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ, വിക്ടർ ജോർജിൻ്റെ വീഡിയോയിലൂടെ എനിക്ക് അറിയാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് മാത്യു ഷമ്മൽ സാർ ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെ ഫിനി പാസ്റ്റർ കാണാം മാത്യു ഷമ്മലിനാണോ തെറ്റ് പറ്റിയതെന്ന വിക്ടർ ജോർജിൻ്റെ ചോദ്യത്തോടു കൂടെയുള്ള വീഡിയോയ്ക്ക് എനിക്ക് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ മറുപടി പറയാൻ പറ്റുമെന്ന്. കാരണം നമ്മുടെ വീഡിയോ കണ്ട ശേഷമുള്ള പ്രതികരണമായതുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടെ പറയുക എന്നതാണ് ഈ രണ്ടാമത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മതമാറ്റവും മാസ് കൺവേർഷനുമൊക്കെയാണല്ലോ വിഷയം. മാത്യു ഷമ്മൽ സാറിൻ്റെ വീഡിയോകളിൽ പറയുന്നത് മാസ് കൺവേർഷൻ സംഭവിക്കുന്നു. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ മാസ് കൺവേർഷനൊന്നും സംഭവിക്കുന്നില്ല. ചെറിയ മാറ്റങ്ങൾ നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതുള്ള എക്സാഗ്രേറ്റഡ് ഫിഗേഴ്സ് അത് തെറ്റിദ്ധാരണ പരത്തും. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ മാത്യു ഷമ്മൽ സാറിനും വിക്ടർ ജോർജിനും നന്ദി പറയുകയാണ്. കാരണം ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഏത് സെൻസോടുകൂടെ ചെയ്തു, അത് അവർ ഉൾക്കൊണ്ടു, മനസ്സിലാക്കി. അതനുസരിച്ചാണ് അവരുടെ പ്രതികരണങ്ങൾ എനിക്ക്, അവരുടെ എന്ന് പറയുമ്പോൾ വിക്ടർ ജോർജിൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പ്രതികരണങ്ങൾ കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ചും സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വിക്ടർ ജോർജ് നമ്മുടെ ആസാദി ചാനലിലെ പല പ്രോഗ്രാമുകളും കണ്ടിട്ടുണ്ട്, എൻ്റെ കഥ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നെക്കുറിച്ച് ചില നല്ല വാക്കുകൾ പറഞ്ഞു, അതിനും നന്ദി പറയുന്നു. ആശയപരമായിട്ട് നമുക്കൊക്കെ എതിരുള്ളപ്പോഴും സൗഹാർദ്ദപരമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ സംസാരിക്കുവാൻ കഴിയുന്നത് തന്നെ ആധുനിക ഈ നവമാധ്യമങ്ങളിൽ വളരെ ചുരുക്കവും വിരളവുമായൊരു സംഭവമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെയൊക്കെ സുമനസ്സുകൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വിക്ടർ ജോർജ് പറഞ്ഞ വീഡിയോയിൽ ഒരു വാചകം ഇങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിനി പാസ്റ്റർക്ക്, അതായത് എനിക്ക് ആരോ ഒരു പാസ്റ്റർ തന്ന ഒരു വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മാത്യു ഷമ്മൽ സാർ ഉപയോഗിച്ച അതേ സോഴ്സ്, ഞാനും അതേ സോഴ്സിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചത്. നമുക്കറിയാമല്ലോ, ഈ മാധ്യമപ്രവർത്തന രംഗത്തും ഒക്കെ അതുപോലെ തന്നെ ചരിത്രം, ഹിസ്റ്ററി, ഈ വിഷയങ്ങളൊക്കെ സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി, അത് എത്രമാത്രം ആധികാരികമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും എന്നെപ്പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ. രണ്ടാമത്, ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ഒരു ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പഠന സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു പേപ്പർ എന്ന് പറയുന്നത്, ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെ ഒരു റിസർച്ച് നടത്താമെന്നുള്ളതാണ്. ഞാൻ തിയോളജി പഠിക്കുമ്പോൾ ഞങ്ങളുടെ തിയോളജിക്കൽ കോഴ്സിൻ്റെ അകത്തും ഒരു പേപ്പർ റിസർച്ച് മെത്തഡോളജി ആയിരുന്നു. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തേണ്ടത്. അപ്പോൾ പൊതുവിൽ ഞാൻ ഏത് വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചാലും സംസാരിച്ചാലും ഈ പറയുന്ന സോഴ്സ് കണ്ടെത്തി, സോഴ്സിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തി ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കണം, ഞാനും മാത്യു ഷമ്മൽ സാർ ഉപയോഗിച്ച സോഴ്സ് സെയിം ആണ്. ആരെങ്കിലും പാസ്റ്റർ എനിക്ക് തന്ന സോഴ്സ് അല്ല ഞാൻ ഉപയോഗിച്ചത്. മാത്യു ഷമ്മൽ സാർ തൻ്റെ വീഡിയോയിൽ പറഞ്ഞ അതേ സോഴ്സ്. ഏതാണ് ആ സോഴ്സ്? ജേർണലിസ്റ്റ് ബി കുമാർ എന്ന് പറയുന്ന, പാസ്റ്റർ കുമാർ അല്ല, ജേർണലിസ്റ്റ് ബി കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിഷ് ചെയ്ത വീഡിയോ. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ജേർണലിസ്റ്റ് ബി കുമാറിന് എന്തൊക്കെയോ വ്യക്തിപരമായ താല്പര്യങ്ങൾ താൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ സംശയത്തിന് കാരണമായി തീർന്നത്.
ഈ പറഞ്ഞ മഗ്ദുംപൂറിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കുന്ന ക്രൗഡിനോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ ക്രൗഡ് എല്ലാം ഒരു ക്രിസ്തീയ സമ്മേളനത്തിന് പോകുന്നു എന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിക്കുന്നുവോ എന്ന് എനിക്കൊരു സംശയമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആ വീഡിയോയെക്കുറിച്ച് അന്വേഷണം നടത്തിയത്, മഗ്ദുംപൂറിലെ ആ സമ്മേളനത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. അപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ പാസ്റ്റർ കുമാറല്ല, ജേർണലിസ്റ്റ് ബി കുമാർ എന്ന വ്യക്തിയുടെ സോഴ്സ് മാത്യു ഷമൽ സാർ ഉപയോഗിച്ച അതേ സോഴ്സ് തന്നെ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ സോഴ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് ഇനിയും അതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾക്ക് കാരണം ഇല്ല. ഇനിയും ഞാൻ എനിക്ക് പാസ്റ്റർ തന്ന ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ, ബീഹാറിലെ പല പാസ്റ്റേഴ്സ് തന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല, ഈ വീഡിയോയിൽ മുൻപിൽ സമയമുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വിക്ടർ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി മാത്രമല്ല, ആസാദിയിലൂടെ നമ്മുടെ ആ വീഡിയോയുടെ താഴെ കമൻ്റായി വന്ന ചില ചോദ്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ട വിക്ടർ ആ വീഡിയോയിൽ ഒരു ഹിന്ദി വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. മാത്യു ഷമൽ സാറ് ഇത് ഫിനി പാസ്റ്റർ കാണണം എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ വീഡിയോ അദ്ദേഹം വിക്ടർ ജോർജ് ഉൾപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മഗ്ദുംപൂറിലെ ഒരു സമ്മേളനത്തെക്കുറിച്ചാണ്. മഗ്ദുംപൂറിൽ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളായി എന്ന ഒരു വാദത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ വാദിക്കുന്നത് അവർ ക്രിസ്ത്യാനികളല്ല, പിതാ പരമേശ്വർ പരമാത്മാവ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ദൈവസങ്കല്പത്തെ ആരാധിക്കുന്ന ഒരു തരത്തിലുള്ള ഹിന്ദു കൾട്ട് ഗ്രൂപ്പാണ് അത് എന്നാണ് എൻ്റെ വാദം. അല്ല, അത് ക്രിസ്ത്യാനികളാണെന്ന് ഉള്ള മറുവാദം. ഇത് രണ്ടുമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് തന്ന ഈ വീഡിയോ കണ്ടിട്ട് നോക്കെ ഈ ആളുകളോട് ഈ പറഞ്ഞ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളായത്? ആ വീഡിയോയിൽ വളരെ പ്യുവറാണ്, അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, മഗ്ദുംപൂറിനെ കുറിച്ച് പറയുമ്പോൾ ഈ മറുപടിയായിട്ട് തന്നിരിക്കുന്ന വീഡിയോ മഗ്ദുംപൂറിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ വീഡിയോ ആണെങ്കിൽ ഞാൻ ആ വാദത്തെ അംഗീകരിക്കാം. അതായത് മഗ്ദുംപൂറിൽ ഈ പോകുന്ന സഭയിലെ ആളുകളോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന മറുപടി മഗ്ദുംപൂറിലെ ആളുകൾ ക്രിസ്ത്യാനികളായിരിക്കുന്നു, ഫിനി പാസ്റ്റർ പറഞ്ഞത് തെറ്റാണ് എന്ന വാദത്തെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ എനിക്കുള്ള പ്രശ്നം, ആ ഇട്ട് തന്നിരിക്കുന്ന വീഡിയോ ഞാൻ അതിൻ്റെ സോഴ്സ് കണ്ടെത്തി. കാരണം അത് വളരെ എളുപ്പമാണല്ലോ. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണല്ലോ. വീഡിയോ അല്ല, ഒരു ചിത്രം പോലും, ഒരു പിക്ചർ പോലും നമുക്ക് കിട്ടിയാൽ, ഒരു വീഡിയോയിലെ പിക്ചർ പോലും നമുക്ക് കിട്ടിയാൽ അത് ഏത് വീഡിയോയിൽ നിന്നാണ്, അത് എന്നാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്, ഇതൊക്കെ കിട്ടുന്ന മെറ്റാഡേറ്റ, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണുള്ളൂ. എനിവേ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടു. സത്യത്തിൽ ഈ വീഡിയോ മഗ്ദുംപൂറിലെ വീഡിയോ അല്ല. മാത്യു ഷമൽ സാറും വിക്ടർ ജേക്കബും ഇട്ട് തന്ന വീഡിയോ മഗ്ദുംപൂറിലെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ തോറ്റു, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചു പിള്ളേർ നാട്ടിൻപടത്തിലെ സുല്ലിട്ട് സമ്മതിച്ച് മാറാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ വീഡിയോ ഗയ ജില്ലയിലെ ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയുടെ അല്പ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ കോപ്പിറൈറ്റ് ഉള്ള വീഡിയോ ആണ്, നമ്മളങ്ങനെ ഇടുന്നത് ശരിയല്ല. എന്നാൽ ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ് ഒക്കെ കാണിക്കാം. പിന്നെ ഹിന്ദി വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ മലയാളം ചാനലിൽ ഒത്തിരി കാണിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് 1-2 സെൻറ്റൻസ് ശ്രമിക്കാം. ഈ വീഡിയോ ഒന്നാമത്. वहीं बिहार के गया जिले के एक ऐसे गांव में अभी हम मौजूद हैं जिस गांव के 50% से अधिक जो लोग हैं वो हिंदू धर्म को छोड़कर ईसाई धर्म को अपना लिए हैं. ഇത് ഗയ ജില്ലയിലെ വീഡിയോ ആണ്. മഗ്ദുംപൂർ ഗയ ജില്ലയിലല്ല, പാറ്റ്നയ്ക്കും ഗയയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് മഗ്ദുംപൂർ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ രണ്ടും 2 ജില്ലയാണ്. അപ്പോൾ ഗയ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഈ പത്രപ്രവർത്തകൻ ചെന്നിട്ട്, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകാരൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളായോ, നിങ്ങളിപ്പോൾ പൂജയ്ക്ക് പോകുന്നില്ലയോ, നിങ്ങൾ ദുർഗാ പൂജയ്ക്ക് പോകുന്നില്ല? അവരെല്ലാം ഇല്ലെന്ന് പറഞ്ഞു. കാരണം അവർ ക്രിസ്ത്യാനികളാണ്. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഈ ബീഹാറിലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെയുള്ള ക്രിസ്തീയ സഭകളുണ്ട്. 5 ലക്ഷമോ 10 ലക്ഷമോ പേരൊന്നുമല്ല, അല്ലെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷമോ പേരൊന്നുമല്ല. 100, 200, 50 പേരുള്ള ചർച്ചുകൾ ഈ പറഞ്ഞ എല്ലാ ജില്ലകളിലുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നാൽ ആ ഗ്രാമത്തിലൊരു ചർച്ച് കിട്ടും. ഈ വീഡിയോയിൽ കാണുന്ന പോലും ഇവിടെ ലക്ഷങ്ങളൊന്നുമില്ല, വിരളയിലെണ്ണാവുന്ന, അല്ലെങ്കിൽ ഒരു 50 പേര് അല്ലെങ്കിൽ 25 പേരെ ആ വീഡിയോയിലുള്ളൂ. ആ 25 പേരോട് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരോട് വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവരിൽ പലരും ഈ നോർത്ത് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ആഭരണം ഒന്നും ഉപയോഗിക്കാത്തവരാണ്, സിന്ദൂരമൊന്നും തൊടാത്തവരാണ്. കാരണം അവർ ക്രിസ്ത്യൻസ് ആണ്.
ഇതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ വാദം എന്താ? വാദം മാസ് കൺവേർഷൻ നടക്കുന്നു, അതായത് ലക്ഷങ്ങൾ വരുന്നു. പക്ഷേ ഇവിടെ ഈ വീഡിയോയിലൊന്നും അതിനൊരു തെളിവല്ല. 10, 25, 30, 40 കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു 100, 500 പേരുള്ള സഭകളുണ്ട് നോർത്ത് ഇന്ത്യയിലും ബീഹാറിലും ഒത്തിരി ഇടത്തുണ്ട്. അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജഹാനാബാദ് പോലെയുള്ള ഒരു ജില്ലയിൽ, ഗയ പോലെയുള്ള ഒരു ജില്ലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ള ജില്ലകളാണ് ഇതൊക്കെ കേട്ടോ. ഈ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയും കോടിക്കണക്കിനാണ്. ആ ജില്ലയിലൊക്കെ ഒരു ജില്ലയിൽ ഒരു 100 പേരുള്ള 5, 10 സഭയുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു 1000 പേര് ഒരു ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടെങ്കിൽ 10 ലക്ഷം വോട്ടേഴ്സ് ഉള്ള ഒരു ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1000 പേര് വിശ്വാസികളാണെങ്കിൽ എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ്? ഒന്ന് സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു. 1% പോലുമില്ല. ആ ജില്ലയിലെ 1% പോലും ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളില്ല. 10 ലക്ഷം പേരുള്ള ഒരു ജില്ലയിൽ 1000 പേരുണ്ടെങ്കിൽ വിശ്വാസികൾ, ഞാൻ പറഞ്ഞല്ലോ 10 സഭകൾ, 100 പേരുള്ള 10 സഭകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 0.1% മാത്രമാണ് ആ ജില്ലയിൽ ക്രിസ്തീയ വിശ്വാസമുള്ളത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ അനുപാതം എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2%-നും 3%-നും ഇടയ്ക്കാണ്. അങ്ങനെ വരുമ്പോൾ നാഷണൽ ആവറേജിൽ പോലും ഈ പറഞ്ഞ ജില്ലകളിൽ ക്രിസ്ത്യാനികളില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇവിടെ മാസ് കൺവേർഷൻ നടക്കുന്നു, ലക്ഷങ്ങൾ വരുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനസംഖ്യാ കണക്കല്ല പറഞ്ഞത്. ഈ ജില്ലകളിലൊക്കെ ജനസംഖ്യാ കണക്കെടുത്ത് നോക്കിയാൽ 0.1 പോലും കാണത്തില്ല, 0.01 ആയിരിക്കും ആ ജനസംഖ്യയിൽ അല്ലെങ്കിൽ ഒരു സെൻസസിൽ ഉള്ള കണക്ക്. അൺഒഫീഷ്യലി നമ്മളങ്ങ് പറയാം 1000 പേരുണ്ടെന്ന് കൂട്ടിക്കോ, 100 പേരുള്ള 10 ചർച്ച ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഗയ ജില്ലയിലെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു ഗ്രാമത്തിലെ കുറേ ആളുകളോട് ഈ പറഞ്ഞ യൂട്യൂബർ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിലാണോ, ക്രിസ്തീയ വിശ്വാസത്തെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരോടൊന്നും സ്വീകരിച്ചിട്ടുണ്ട്, ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോർത്ത് ഇന്ത്യയിലെ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ, ഇങ്ങേപ്പുറത്തങ്ങ് ജമ്മു കാശ്മീർ വരെ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഛത്തീസ്ഗഡ്, ഒറീസ, ആസാം, അരുണാചൽ, ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുകളും സഞ്ചരിച്ച് ഗ്രാമങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്ന ദൈവമക്കളെ കാണുന്ന, അവരെ വചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ 100, 200, 500 പേരുള്ള ചർച്ചുകൾ പല ഗ്രാമങ്ങളിലുണ്ട്. ഒറീസയിൽ ഞാനൊരു ഗ്രാമത്തിലേക്ക് പോയത് ഓർക്കുന്നു. ആ ഗ്രാമത്തിൽ 90% വിശ്വാസികളാണ്. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ മതീഷമ്മിൽ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഈ 90% വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10, 15 വർഷം കൊണ്ട് വന്ന വിശ്വാസികളൊന്നുമല്ല. പ്രത്യേകിച്ചും ഈ ഒഡീസയിലെ റായ്ഗഡ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റാണ് ഞാൻ പറയുന്നത്. ഒഡീസ റായ്ഗഡ ഡിസ്ട്രിക്റ്റിൽ ഒരു നല്ല പങ്കും വിശ്വാസികളാണ്, ഒഡീസ റായ്ഗഡ ഡിസ്ട്രിക്റ്റിൻ്റെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ എല്ലാ ഗ്രാമങ്ങളിലും കുരിശു വെച്ച ഒരു ചർച്ച് കാണാം. അതൊരു പക്ഷേ ഒരു കാത്തലിക് ചർച്ചായിരിക്കാം, ഒന്നീ പറഞ്ഞ പെന്റിക്കോസ്റ്റൽ ചർച്ചാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ CNI ചർച്ചും അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഈ ചർച്ചുകളൊന്നും ഇന്നലെ ഒന്നും ഉണ്ടാക്കിയ ചർച്ചുകളൊന്നുമല്ല. നമ്മൾ നോക്കുമ്പോൾ 90% ക്രിസ്ത്യാനികൾ. പക്ഷേ ഇത് ചില ഗ്രാമങ്ങളിൽ ഇങ്ങനെയുണ്ട്, ഇന്നലെ ഒന്നുമല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആളുകളിൽ നല്ലൊരു പങ്ക് ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു. കാത്തലിക്സ് ആയിരുന്നു ചിലർ, അല്ലെങ്കിൽ CNAക്കാരായിരുന്നു ചിലർ. ഇന്ന് പെന്റിക്കോസ്റ്റൽ ചർച്ചുകളുടെ ഒരു സ്വാധീനം കൊണ്ട് അവരിൽ കുറേ പേർ പെന്റിക്കോസ്റ്റൽ റിവൈവൽ ചർച്ചിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേളയിലെണ്ണാവുന്ന കുറേ പേർ നിശ്ചയമായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ പെന്റിക്കോസ്റ്റൽ ചർച്ചുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു ഫാക്റ്റാണ്. ലക്ഷങ്ങളൊന്നുമല്ല കേട്ടോ, വിരളയിലെണ്ണാവുന്ന ആളുകൾ ഈ പെന്റിക്കോസ്റ്റൽ ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാണിച്ച വീഡിയോയ്ക്കകത്ത് ഈ ഗയയിലെ ഈ ചർച്ച് ഇവിടെ 50% ആളുകളിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണെന്ന് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ എത്ര ആയിരിക്കാം ജനസംഖ്യ. നമ്മൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ 50% എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചിന്ത, 10,000-കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ പോയ ഒറീസയിലെ ആ ഗ്രാമം ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെ ചുറ്റും കൃഷിയിടങ്ങളാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു കോളനി പോലെ അവർ ഒന്നിച്ച് കഴിയുന്നു. അവരുടെ രീതി അതാണ് കേട്ടോ. താമസിക്കുന്നിടത്ത് നമ്മളെപ്പോലെ കേരളത്തിൽ ഓരോ പറമ്പിൽ ഓരോ വീടല്ല, വീടുകളെല്ലാം ഒരു സ്ഥലത്തും അതിൻ്റെ ചുറ്റും വയൽ പ്രദേശങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ വയൽ പ്രദേശങ്ങൾക്ക് നടുക്ക് ഒരു കോളനി, ഒരു 50-60 വീടുകൾ കാണും അതിനകത്ത്. ഇടുങ്ങിയ തെരുവുകൾക്കിടയിലൂടെ 2 സൈഡിലും ചേർത്ത് വെച്ചിരിക്കുന്ന വീടുകൾ. ഒരു 50-60 ഫാമിലിയാണ് ആ ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ.
300, 400, 500 പേരൊക്കെയുള്ള ഒരു ഗ്രാമം, ഒരു ശരാശരി ഗ്രാമം, 200, 250 പേരുള്ള ഒരു ശരാശരി ഗ്രാമം, അതിൻ്റെ 50% ക്രിസ്ത്യാനികളായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു 10-100 പേരുള്ള ഒരു സഭ ആ ഗ്രാമത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇത്രമേ ഉള്ളതിനകത്ത് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട വിക്ടർ ജോർജ് സാറ്, 2 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, നിങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഇട്ട് തന്ന ആ വീഡിയോ മഗ്ദുംപൂറിലെ വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൈകൂപ്പി എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സമ്മതിക്കാം. രണ്ടാമത്, ഒരു ഗ്രാമത്തിൻ്റെ പകുതിയിലധികം വിശ്വാസികളായിരിക്കുന്നു എന്ന ആ വീഡിയോയിൽ പറയുമ്പോൾ ആ ഗ്രാമത്തിലെ ജനസംഖ്യ എത്രയാണ്? ഞാൻ ഈ പറഞ്ഞ വാദം ശരിയാണോ? അതായത് 500-600 പേരുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ചാണോ പറയുന്നത്? അതോ 5-6 ലക്ഷം താമസിക്കുന്ന ഒരു ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയോ ഒരു ജില്ലയെക്കുറിച്ചാണോ പറയുന്നത്? ഇതിന് നമുക്ക് വ്യക്തത വരണം. എൻ്റെ വാദം, ഈ ഗയയിലുള്ള ഈ മാധ്യമപ്രവർത്തകൻ പോയി സംസാരിക്കുന്ന ആ ഗ്രാമം ഒരു ചെറിയ ഗ്രാമം, അതിനകത്ത് 10-100 പേരുള്ള ഒരു ചർച്ചുണ്ട്. ഇത് ഫാക്റ്റാണ്. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള 100 വീഡിയോ എനിക്ക് തരാൻ പറ്റും. ഞാൻ ഒറീസയിൽ പോയി പ്രസംഗിച്ചില്ലേ, ആ പ്രസംഗിച്ച മീറ്റിങ്ങിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആ മീറ്റിങ്ങിനകത്ത്, അതായത് ഈ പറഞ്ഞ റായ്ഗഡ ജില്ലയിലെ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് റായ്ഗഡയിൽ ഞാൻ താമസിച്ച ആ ഗ്രാമത്തിനും അതിന് ചുറ്റുമുള്ള ഒരു 10-15 ഗ്രാമങ്ങൾ ഒന്നിച്ച് ആ മീറ്റിംഗ് നടത്തുവാൻ ആളുകൾ വന്ന ആ മീറ്റിങ്ങിൽ കുറഞ്ഞതൊരു 500 പേരുണ്ടായിരുന്നു. 500 പേര് ഒരു ഗ്രാമത്തിലേ അല്ല, ഒരു 10 ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ ആളുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്നവരാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ മുൻപിലേക്ക് വെക്കുകയാണ്. അതായത് എനിക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കുവാൻ വേണ്ടി കാണിച്ച വീഡിയോ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ആ വിഷയത്തിൽ ക്ലാരിറ്റിയോടുകൂടെ പറയുകയാണ്. മൂന്നാമത്, ഈ വീഡിയോ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പത്രപ്രവർത്തകൻ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ എതിർപ്പാണോ അനുകൂലമാണോ? കാരണം ഗ്രാമത്തിൽ 50% മാത്രമേ ഇവരുള്ളൂ. നിങ്ങൾക്ക് എതിർപ്പാണോ അതോ നിങ്ങൾക്ക് സപ്പോർട്ടാണോ? അപ്പോൾ ഇവർ പറയുന്നു, जिस तरीके से आप लोग ईसाई धर्म में परिवर्तित हुए, ईसाई धर्म को अपनाए, गांव के लोग सपोर्ट करते हैं कि नहीं? नहीं, क्या बोलते हैं? कुछ भी नहीं। मुसलमान है, तुम लोग मुसलमान है, गांव के लोग बोलते हैं क्या? तुम लोग मुसलमान है। मुसलमान बोलते हैं। मुसलमान बोल ഞങ്ങളെ ആളുകൾ കാണുന്നത് മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവർ മതം മാറി മുസ്ലിങ്ങളായെന്നാണ് പരിഹസിക്കുവാൻ വേണ്ടി വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രാമങ്ങളിലൊക്കെ ഇവർക്ക് വലിയ ഒപ്പോസിഷനുണ്ട്. പല ഗ്രാമങ്ങളിലും ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ ഊരുവിലക്ക് അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഇതൊക്കെ പരസ്യമായ സത്യമാണ്. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന 100-400-500 പേര് താമസിക്കുന്ന ഗ്രാമത്തിൽ 1-2 കുടുംബം ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും കാരണത്താൽ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ അവർക്ക് ഊരുവിലക്ക് അനുഭവിക്കുന്ന, ഗ്രാമത്തിലെ പൊതു സ്ഥലങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാത്ത, പൊതു കിണറിൽ നിന്ന് വെള്ളം എടുക്കുവാൻ കഴിയാത്ത, അതുപോലെ അവരുടെ ശവസംസ്കാരം, മറ്റ് കാര്യങ്ങൾക്ക് കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ കഴിയാതെ ഊരുവിലക്ക് ഏർപ്പെടുത്തിയ അനുഭവങ്ങൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്റ്റ്. അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ സ്നേഹിതരാകുന്ന ക്രൈസ്തവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, റിവൈവൽ ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് സന്തോഷത്തോട് പറയാം എന്നുള്ളത് ഫാക്റ്റാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ യഥാർത്ഥ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇന്ന് നോർത്ത് ഇന്ത്യയിലെ ഫിസിക്കൽ ആരാധന പോലും പല സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് ഓൺലൈൻ ആരാധനകൾ നടത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ദൈവദാസന്മാരും ദൈവമക്കളും ന്യൂനപക്ഷമാകട്ടെ, വളരെ ഒരു ചെറിയ കൂട്ടം, അതായത് 0.1%, 0.01% ഒക്കെയുള്ള ഈ പറയുന്ന കൂട്ടങ്ങൾ വളരെ ഭയത്തോടു കൂടെ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ റിവൈവലിൻ്റെ ഉത്സവം ആചരിക്കുന്ന പുരുഷാരമൊന്നും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പഞ്ചാബിൽ എന്താണ്? ഞാൻ വരാം, പഞ്ചാബിലേക്ക് നിശ്ചയമായിട്ടും വരാം. മതീഷ് അമൽ സാർ പണ്ട് പഞ്ചാബിനെക്കുറിച്ച് കുറേ വീഡിയോകൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ പഞ്ചാബിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ 3-4 വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ആവർത്തിക്കാൻ എനിക്ക് സമയമില്ല. പക്ഷേ പഞ്ചാബിൽ എന്ത് സംഭവിക്കുന്നതെന്ന് 2 സെൻറ്റൻസിൽ ഞാൻ ഇവിടെയും നിശ്ചയമായിട്ടും പറയാം. ഇനിയും ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിലധികമായി ഛത്ത് പൂജയ്ക്ക് ആളുകൾ കുറയുന്നു എന്ന ഒരു വാദം ഈ വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഛത്ത് പൂജയ്ക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഇവർ പറഞ്ഞ് പോകുന്നില്ല. എൻ്റെ പൊന്നുമാളവരെ, ഈ പറയുന്ന ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ സഭകളിലെ 10-20 പേര് ഛത്ത് പൂജയ്ക്ക് പോകാതിരുന്നത് കൊണ്ടൊന്നും ഛത്ത് പൂജ ഇടിഞ്ഞു വീഴത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത്, ഫിന്നി പാസ്റ്റർ അല്ലേ ഛത്ത് പൂജയൊക്കെ എന്തിനാണ് സപ്പോർട്ട് ചെയ്ത് പറയുന്നത്? അപ്പോൾ ഫിന്നി പാസ്റ്റർ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഞാനൊരു പക്ഷത്തുമല്ല, ഞാൻ സത്യത്തിൻ്റെ പക്ഷത്താണ്. ഛത്ത് പൂജയെക്കുറിച്ച് 2024 ഛത്ത് പൂജയെക്കുറിച്ച് ഞാൻ ഒരു റിപ്പോർട്ട് നോക്കുവാനിടയായി തീർന്നു. ഛത്ത് പൂജയ്ക്ക് എത്ര ആൾ കഴിഞ്ഞ ഛത്ത് പൂജയ്ക്ക് വന്നു?
കഴിഞ്ഞ ഛത് പൂജയിൽ പങ്കെടുത്തവർ 2024 കണക്കനുസരിച്ച് പങ്കെടുത്തവർ 15 കോടി ആളുകളാണ്. 150 മില്യൺ എന്ന് എഴുതിയിരിക്കുന്നു. 15 കോടി ആളുകളാണ് കഴിഞ്ഞ ഛത് പൂജയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ചില വർഷങ്ങളായി എല്ലാ വർഷവും ഛത് പൂജയ്ക്ക് ആളുകൾ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ആ ഒരു ഘാട്ടിലൊക്കെ വന്ന് ഈ ഡയറക്റ്റ് വന്ന് ഈ വർഷിപ്പിൽ ഈ പൂജയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. 2025 ഒക്ടോബർ മാസത്തിലെ ഛത് പൂജയിൽ ഇനിയും ആളുകൾ കൂടും എന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാരുടെ പ്രതീക്ഷയെന്ന് അവർ തന്നെ പറയുന്നു. പിന്നെ ഈ ഛത് പൂജയ്ക്ക് ആൾ പോകുന്നില്ല, ഖാലിയായി എന്നൊക്കെ ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുംഭമേള നോക്ക്, ലോകം മുഴുവൻ ശ്രദ്ധിച്ച കുംഭമേള 50 കോടി ആളുകൾ വന്നു എന്നാണ് പറയുന്നത്. എവിടെയാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ മാസ് കൺവേർഷൻ കൊണ്ട് ഛത് പൂജയോ കുംഭമേളയോ ഒക്കെ തകർന്നത്? ഇതൊക്കെ ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയുള്ള നരേഷൻ? ഇവിടെ വലിയ മതമാറ്റം നടക്കുന്നു, അതുകൊണ്ട് ഇതിനെ തകർക്കണം, ഒതുക്കണം, ഇവരെ അടിച്ചൊതുക്കിയില്ലെങ്കിൽ നമ്മൾ ഇൻസെക്യൂർ ആണെന്നൊരു നരേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആർക്കാണ് ഈ നരേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഈ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണക്കാരാകുന്ന ആളുകളല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ടയുള്ള ആളുകളാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അപ്പോൾ ആളുകൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് പേടിയാ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമാളൊരു ഇത്തരം വീഡിയോകൾ ചെയ്യണമെങ്കിൽ അസാധാരണ ധൈര്യം വേണം. കാരണം ഞാൻ പറയുന്ന സത്യങ്ങൾ ഇത് ആർക്കൊക്കെയോ അലോസരമുണ്ടാക്കുന്ന സത്യങ്ങളാണ്. കാരണം ഇന്ത്യയിലെ എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ന്യൂനപക്ഷത്തെ ഒരു പ്രത്യേക നരേഷനിലൂടെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു മഹാശക്തിക്കെതിരെ, ഒരു സർവാധിപത്യ പ്രസ്ഥാനത്തിനെതിരെയാണ് എൻ്റെ വാക്കുകൾ. അപ്പോൾ ഇതിന് അസാധാരണ ധൈര്യവും ദൈവകൃപയും വേണം. അപ്പോൾ അങ്ങനെ പാസ്റ്റർക്ക് പേടിയാണോ എന്ന് ചോദിച്ചവരോട് പറയുകയാണ്, ഇത്തരം സത്യങ്ങൾ പറയുവാൻ അസാധാരണമായ ധൈര്യമുണ്ടാകണം. ഒഴുക്കിന് അനുകൂലമായി പോകുന്നത് എളുപ്പമാണ് പ്രിയമുള്ളവർ. ഇന്ത്യയിൽ ഇന്ന് ഒഴുകുന്ന ഒഴുക്കിന് അനുകൂലമായി പോകുന്നത് എളുപ്പമാണ് പ്രിയമുള്ളവർ. പക്ഷേ ഒഴുക്കിന് എതിരെ നീന്തുക അത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് 94 എൻ്റെ ശുശ്രൂഷ, ആത്മീക ശുശ്രൂഷ തുടങ്ങുന്നത് ഒരു പ്രസംഗകൻ എന്ന നിലയിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, എഴുത്തുകാരനല്ല കേട്ടോ. അത് 95 94 എൻ്റെ ഒരു ശുശ്രൂഷ തുടങ്ങുന്നത്. ആദ്യമായിട്ട് പ്രസംഗിച്ചത് ഒരു പരസ്യയോഗത്തിനായിരുന്നു. ഞാൻ അന്ന് വരെ ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ ആക്റ്റീവായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പെന്തക്കോസ്തിലാണ് ജനിച്ചത് കേട്ടോ. പക്ഷേ മാനസാന്തര അനുഭവം ഉണ്ടായി. ഞാൻ ആദ്യമായി പ്രസംഗിക്കാൻ തുടങ്ങിയ 94 മുതൽ എൻ്റെ ആദ്യകാല പ്രസംഗങ്ങളിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഗതിയായിരുന്നു, ആൾക്കൂട്ടത്തിൽ തനിച്ച് നിൽക്കുക, ഒഴുക്കിനെതിരെ നീന്തുക. 32 വർഷങ്ങൾ ആയിരിക്കുന്നു എൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഇന്നും ഞാൻ ശ്രമിക്കുന്നത് ഒഴുക്കിന് അനുകൂലമായി പോകുക എന്നുള്ളതല്ല, ഒഴുക്കിന് എതിരെ നീന്തുക എന്നുള്ളതാണ്. അതിന് ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. ആൾക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എളുപ്പമാണ്, പക്ഷേ തനിയെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ ഞാൻ മനസ്സാ സ്വീകരിച്ച എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. അത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള സത്യം ഞാൻ പൊതുസമക്ഷം ഞാൻ തുറന്നു പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഛത് പൂജയ്ക്കൊന്നും ആൾ കുറയുന്നില്ല. ഓരോ വർഷവും ഇത്തരത്തിലുള്ള പൂജാ മഹാസമ്മേളനങ്ങളിൽ ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു, സനാതന ധർമ്മത്തിൻ്റെ ഭാവി എന്തെന്ന് ചോദിച്ചുകൊണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, നാളത്തെ ലോകത്തിൻ്റെ മതമാണ് സനാതന ധർമ്മം. അത് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ക്രിസ്ത്യാനിറ്റി അല്ലേ? അല്ല, ക്രിസ്ത്യാനിറ്റി കർത്താവിൻ്റെ മടങ്ങി വരവോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി തീരുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ക്രിസ്ത്യാനിറ്റി ഇല്ലാതായി തീരുമെന്നും, ക്രിസ്ത്യാനിറ്റി ഒരിക്കൽ ഇല്ലാതായാൽ ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് സഭയെ എടുത്തു മാറ്റിയാൽ സനാതന ധർമ്മമായിരിക്കാൻ ലോകത്തിലെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വൺ വേൾഡ് റിലീജിയൻ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ആളുകൾ ചിന്തിച്ച് ഇയാൾ എന്ത് മണ്ടത്തരാ പറയുന്നത്. ഇതൊക്കെയാണ് സത്യം. ഞാൻ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? അതിങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഇവിടെ ക്രിസ്ത്യാനിറ്റി കാണുകയില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുണ്ടാകില്ലെന്നല്ല. ഇങ്ങനെ പറയുന്ന പല ക്രൈസ്തവരും ഇവരെ ഉണ്ടാകും. പക്ഷേ അവരൊക്കെ ഈ സനാതന ധർമ്മത്തിൻ്റെ കൊടക്കീഴിൽ ഒരു മതമായി ചേർന്ന് നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എൻ്റെ വീഡിയോ ഒത്തിരി നീണ്ടുപോകുന്നുവോ? ഈ വീഡിയോയിൽ ഞാൻ കേവലം വിക്ടർ ജോർജ് പറഞ്ഞതിൻ്റെ മറുപടി മാത്രമല്ല പറയുന്നത് കേട്ടോ. കുറേ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ
മറുപടി പറയുകയാണ്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ എന്താ സംഭവിക്കുന്നത്? തെലങ്കാനയിലെ ജാതി സെൻസസിൽ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തെലങ്കാനയിലെ ജാതി സെൻസസിൽ എണ്ണം വർദ്ധിച്ചത്? വലിയ മാസ് കൺവേർഷൻ കൊണ്ടാണ്? ഒരിക്കലുമല്ല. നിങ്ങൾക്കൊരു പക്ഷേ ഹൈദരാബാദിലെ ഏറ്റവും വലിയ ചർച്ചൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു ഫാക്റ്റ് അറിയാമോ? ഹൈദരാബാദിലെ ഏറ്റവും വലിയ ചർച്ച്, ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ച്, 4.5 ലക്ഷം പേരുള്ള ചർച്ച്, ആ ചർച്ച് കൺവേർഷൻ കൊണ്ട് വളർന്ന ചർച്ചാണെന്നുള്ള വാദത്തെ ഞാൻ ശക്തമായി നിഷേധിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആ ചർച്ച് വളർന്നത്? ഞാൻ പറഞ്ഞു തരാം. ആ ചർച്ചിൻ്റെ സ്റ്റോറി, പുറമേ കേൾക്കുന്ന സ്റ്റോറിക്ക് അപ്പുറമായി ഇൻസൈഡ് ദ വിനിയാർഡ്, അതായത് മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് കേൾക്കുന്ന, അറിയുന്ന ഒരു അറിവുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഡോക്ടർ സതീഷ് കുമാർ വളരെ പ്രസിദ്ധനാകുന്ന ഒരു ടെലി ഇവാഞ്ചലിസ്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചർച്ച തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ തുടക്ക സമയത്ത് തന്നെ 2000 പേരുള്ള ഒരു ചർച്ചായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഫിനി പാസ്റ്റർ ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 12 പേരെ കേട്ടോ തുടങ്ങിയത്. ആ 12 പേര് പാസ്റ്റർ ഭാര്യയും അന്ന് കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന എൻ്റെ മക്കളുമൊക്കെയാണ്. അങ്ങനെ 12 പേരെ കൊണ്ട് തുടങ്ങിയൊരു ചർച്ചാണ് ഞാൻ തുടങ്ങിയത്. ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ച 12 പേരെ കൊണ്ട് തുടങ്ങിയൊരു ചർച്ചയല്ല, 2000 പേരെ കൊണ്ട് തുടങ്ങിയ ചർച്ചാണ്. എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറാകുന്ന ഒരു ടെലിവാഞ്ചലിസ്റ്റ്, പല ജില്ലകളിൽ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾ, ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ മിനിസ്ട്രിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഒരു ചർച്ച തുടങ്ങി. 2000 പേരുള്ള ഒരു ചർച്ചായിട്ട് അത് തുടങ്ങിയ ശേഷം ഈ വന്നതൊന്നും കൺവേർട്ടഡ് ആളുകളല്ല, ഓൾറെഡി ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതിനുശേഷം ആ ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ ചർച്ചുകൾ എല്ലാം ഈ ചർച്ചുമായിട്ട് മേർജ് ചെയ്തു. അതായത് ജസ്റ്റ് ഒരു പാസ്റ്റർ, ഒരു 10, 30, 40 പേരെ കൊണ്ട് ഒരു ചെറിയ സഭ നടത്തുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന് ആ 30 പേരെ കൊണ്ട് ഒരു ചർച്ച് നടത്താനും ആ ചർച്ചിൻ്റെ ചെലവുകളും അദ്ദേഹത്തിൻ്റെ ചെലവുകളും ഒക്കെ നടത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറഞ്ഞ സതീഷ് കുമാറിൻ്റെ ചർച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ സതീഷ് കുമാറിൻ്റെ ചർച്ചിലെ ഒരു ലോക്കൽ ലീഡറായിട്ട് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഒരു അസോസിയേറ്റ് പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഏരിയ ലീഡറോ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പാസ്റ്റർക്ക് എല്ലാ മാസവും ഒരു ചെറിയ ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം അദ്ദേഹത്തിന് തൻ്റെ ജീവിത സന്ധാരണത്തിന് ഒരു അല്പം ആശ്വാസം ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 30-40 പേരുള്ള ആ ചർച്ച് അദ്ദേഹം ഈ പറഞ്ഞ സതീഷ് കുമാറിൻ്റെ ചർച്ചുമായിട്ട് മേർജ് ചെയ്യുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഹൈദരാബാദിലെ ഇദ്ദേഹത്തിൻ്റെ ചർച്ചിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി ചെറിയ ചർച്ചുകൾ ചേർന്നിട്ടാണ് ഇന്ന് 4.5 ലക്ഷം പേരുള്ള ഒരു ചർച്ച അവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ നരേഷൻ അവിടെ പരാജയപ്പെടുകയാണ്. നിങ്ങൾ ഫാക്റ്റ് അറിയാതെ, മതീഷ് സാർ എപ്പോഴും പറയുന്നൊരു സെൻറ്റൻസ് ആകട്ടോ, നിങ്ങൾ ഈ ഫാക്റ്റ് അറിയാതെ ഒന്നും പറയരുത്. ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്. എന്നാൽ ഈ 4 ലക്ഷത്തിൻ്റെ പേരിൽ ഒരു ചെറിയ കൂട്ടമുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഓളമുണ്ടായ ഒരു ചർച്ച് വളരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കയറുന്ന ഈ പ്യുവറായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതുതായി ചൂടുവെക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആക്ച്വൽസ് ഇതാണ്, ഫാക്റ്റ് ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തെലങ്കാനയിലെ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ തെലങ്കാനയിൽ സത്യത്തിൽ 2011 സെൻസസ് അനുസരിച്ച് 4.45 ലക്ഷം ആളുകളായിരുന്നു ഈ തെലങ്കാനയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ 1.27 ആയിരുന്നു ഈ തെലങ്കാനയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 2011 സെൻസസ് അനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഡെക്കാൻ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഓൺലൈൻ വിഭാഗത്തിൽ വന്ന ഒരു വാർത്തയാണ്. ക്രിസ്ത്യൻസ് ടോൾഡ് ടു ഫിൽ ഇൻ റിലീജിയസ് കോളം. അതായത് ഈ ജാതി സെൻസസ് നടക്കുമ്പോൾ ക്രിസ്ത്യാനികളോട് അവരുടെ റിലീജിയൻ നിശ്ചയമായിട്ടും റിലീജിയൻ്റെ കോളത്തിൽ എഴുതണമെന്ന് ആ സെൻസസിൽ നിർബന്ധമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. കർണാടകയിൽ ഇപ്പോൾ ഒരു വിഷയം നടക്കുന്നുണ്ട്. ജാതി സെൻസസ് നടക്കുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ജാതിയുടെ കൂട്ടത്തിൽ അവരുടെ റിലീജിയനുമായി എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു വിവാദം ഇപ്പോൾ ഓൾറെഡി കർണാടകയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗ്ലോബൽ ന്യൂസിൻ്റെ ചാനലിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. സമയച്ചുരുക്കം കൊണ്ടാണ് നമുക്കിതെല്ലാം എടുക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡെക്കാൻ ക്രോണിക്കിൾസിൽ വന്ന വാർത്ത, അതായത് ജാതി സെൻസസ് നടക്കുമ്പോൾ റിലീജിയൻ്റെ കോളം ഫില്ല് ചെയ്യണം. 2011 സെൻസസിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു. പക്ഷേ ജാതി സെൻസസിൻ്റെ അകത്ത് ഇങ്ങനൊരു പ്രശ്നം വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ പറയാൻ പോകുന്ന ഡേറ്റ ഇത് ഡെക്കാൻ ക്രോണിക്കിൾസിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഡേറ്റയാണ്. 4.45 ലക്ഷം ആളുകൾ
ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ആ സംസ്ഥാനത്ത് ഇന്ന് 25 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് കണക്ക് കിട്ടിയിരിക്കുന്നു. അതായത് 4% ആയിട്ട് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ഏതാണ്ട് 5 ഇരട്ടി ക്രിസ്ത്യാനികൾ തെലങ്കാനയിൽ വർദ്ധിച്ചിരിക്കുന്നു. സംഭവം കൺവേർഷനല്ലേ? അല്ല പ്രിയമുള്ളവർ, ഇത് കൺവേർഷനല്ല, ഇത് ഡെക്കാൻ ക്രോണിക്കിൾസിൽ പറയുന്ന വാർത്ത അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം. അതായത് ഇവിടെ സംഭവിച്ചത്, the community leaders explained that there are numerous Christians who converted generations ago and have church membership while holding job secured through reservations. ഇവിടെ ഡെക്കാൻ ക്രോണിക്കിളിൽ നിന്നുള്ള വാർത്തയാണ് കേട്ടോ. അതായത് ഈ വാർത്ത നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ക്രിസ്ത്യൻസ് ടോൾ ടു ഫിൽ ഇൻ റിലീജിയസ് കോളം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഈ ഒരു പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഞാൻ പറഞ്ഞ സെൻറ്റൻസ് അതുപോലെ നിങ്ങൾക്ക് കാണാം. ദ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എക്സ്പ്ലെയിൻഡ്, അതായത് തെലങ്കാനയിലെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തു ഈ 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായിട്ട് എങ്ങനെ 2011 മുതൽ ഈ പറഞ്ഞ ജാതി സെൻസസ് നടക്കുന്ന ഈ കഴിഞ്ഞ ദിവസം വരെ എങ്ങനെ കൂടി. അവരുടെ എക്സ്പ്ലനേഷൻ, ഇവരൊക്കെ ജനറേഷൻസിന് മുമ്പ് ക്രിസ്ത്യാനികളായ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകളായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾ. അവർക്ക് ചർച്ച് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് റിസർവേഷൻ വഴി ജോലി കിട്ടിയതുകൊണ്ട് ആ ജോലി സെക്യൂർ ചെയ്യുവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അവർ സെൻസസിൻ്റെ അകത്ത് അവർ ഹിന്ദുക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, എന്തുകൊണ്ട് അവർ ക്രിസ്ത്യൻസ് ആയിട്ട് അറിയപ്പെട്ടില്ല? ഇതിന് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. 2015 സെൻസസ് നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ ജാതി സെൻസസ്, തെലങ്കാന ഗവൺമെൻറ് നടത്തിയ ജാതി സെൻസസിനകത്ത് ഈ പറഞ്ഞ കാസ്റ്റിൻ്റെ കൂടെ ഒരു പുതിയ കാറ്റഗറി കൂടെ ആഡ് ചെയ്തു. അതായത് ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ആ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ബൈ ഡീഫോൾട്ട് ഹിന്ദു ആണെന്നുള്ള ഒരു വെപ്പ്. അതായിരുന്നു 2011 ഒരു രീതി. അതായത് നിങ്ങൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണോ, SC ആണോ, ST ആണോ, വടവർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണോ, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അവിടെ ഇല്ല. അത് മാറ്റിയിട്ട് പുതിയ ജാതി സെൻസസിനകത്ത് ജാതി തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ കമ്മ്യൂണിറ്റി, ഈ പർട്ടിക്കുലർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ ആൾ തൻ്റെ റിലീജിയൻ ഏതാണെന്ന് വെളിപ്പെടുത്താൻ ഒരു പുതിയ കോളം ആഡ് ചെയ്തു. ആ കോളം കൂടെ ഫില്ല് ചെയ്യണം. അത് പണ്ടില്ലായിരുന്നു. അപ്പോൾ പുതിയ കോളം വന്നു കഴിഞ്ഞപ്പോൾ SCയോ STയോ ദളിതോ ഒക്കെ ആകുന്ന ബാക്ക്വേർഡ് ആകുന്ന ആളുകൾക്കൊരു ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഞാൻ SC ആണ്, ഞാൻ ST ആണ്, അറ്റ് ദ സെയിം ടൈം ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് രേഖപ്പെടുത്താൻ ഒരു കോളം കിട്ടി. അവിടെ എഴുതിയിരിക്കുന്നത് C കാറ്റഗറി എന്നാണ്. എന്താണ് C കാറ്റഗറി? അതായത് പുതിയ ജാതീയ സെൻസസിനകത്ത് ഒരു പുതിയ ഓപ്ഷനും കൂടെ വന്നു, C കാറ്റഗറി. അതായത് SC ആണെങ്കിലും ST ആണെങ്കിലും അവർ C എന്ന് പറയുന്നത്, C ഫോർ ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെ പുതുതായിട്ട് ആഡ് ചെയ്തതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. 2011 സെൻസസിൽ അവർക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അവർ SC ആണ്, ST ആണ്, പക്ഷേ അവർ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എന്ന് പറയാൻ ഒരു കോളം ഇല്ലായിരുന്നു. പക്ഷേ പുതിയ സെൻസസിൽ ഒരു കോളം വന്നതുകൊണ്ട് അനവധി ആളുകൾ ആ അവസരം ഉപയോഗിച്ചു. അവർ വെളിപ്പെടുത്തി, അവർ ആ കാറ്റഗറി സെലക്ട് ചെയ്തു. ഞങ്ങൾ C കാറ്റഗറിയാണ് എന്ന് പറഞ്ഞാൽ SCക്കകത്തുള്ള ക്രിസ്ത്യൻസ് ആണ് ഞങ്ങൾ. അപ്പം എണ്ണം കൂടി. അപ്പോൾ ഇതൊന്നും പുതിയ കൺവേർഷൻ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിസർച്ച് മെത്തഡോളജി നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഴ്സിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഇങ്ങനെയുള്ള ഒരു മെത്തഡോളജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഈ സബ്ജക്റ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് കഴിഞ്ഞ വീഡിയോയും അതിൽ കുറച്ചുകൂടി സ്റ്റഡി ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം വിക്ടർ ജോർജിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു 1/4 മണിക്കൂറായതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇത്രയും സ്റ്റഡി ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. ഇത് നേരത്തെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ ഇന്ത്യക്കില്ല വിക്ടർ ജോർജിൻ്റെ വീഡിയോയ്ക്ക് മറുപടി ചെയ്യാൻ ഫിനിപ്പാസ്റ്റ് ഇരുന്ന് എല്ലാം സ്റ്റഡി ചെയ്ത് അങ്ങനെ അല്ല കേട്ടോ. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഏതാണ്ട് 1 മണിക്കാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടത്. അദ്ദേഹം വീഡിയോ പബ്ലിഷ് ചെയ്തത് 12-13 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ മറുപടി കൊടുക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം ഞാൻ ഡേറ്റ കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല അറിവുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള സത്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര വിശാലമാകുന്ന ഒരു നീണ്ട വീഡിയോ ചെയ്യുന്നത്. വളരെ തിരക്കുകളുള്ള സമയമാണ്. നമ്മുടെ പല ചാനലുകളുണ്ട്, ഹിന്ദി ചാനൽ, മലയാളം ചാനൽ എല്ലാം ഉണ്ട്. ഇത് കൈകാര്യം ചെയ്യാനുള്ള സമയച്ചുരുക്കമുണ്ട്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് അത്യാവശ്യം കുറേ കാര്യങ്ങൾ വേഗത്തിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തെലങ്കാനയിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് തെലങ്കാനയിലെ പുതിയ സെൻസസിൽ ആളുകൾ കൂടിയത്. ഇനിയും നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ പറഞ്ഞ ഒരു ചോദ്യം, അതിന് ഉത്തരം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുള്ള ഒരു ചോദ്യമായതുകൊണ്ട് ഉത്തരം ഇങ്ങനെയാണ്. ആ വീഡിയോയുടെ താഴെ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോയുടെ താഴെ ഒരു വ്യക്തി അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവത്തെ
യേശുവിനെ പരമേശ്വർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഘോഷയാത്രയായിട്ട് പോകുന്ന ആളുകൾ പരമേശ്വർ, പരമാത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ യേശുവിനെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇന്നോ നോർത്ത് ഇന്ത്യൻ ചർച്ചിൽ പോയ കണ്ട കാഴ്ചയാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ്, എന്നാൽ അല്പം സത്യവുമാണ്. യേശുവിനെ നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്നത് പരമേശ്വർ എന്നല്ല, ഈശു എന്നോ ഈശ എന്നോ ഒക്കെയാണ് വിളിക്കുന്നത്. ഈശു മശി എന്നാണ് വിളിക്കുന്നത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം, പരമേശ്വർ എന്ന പദം ശരിക്കും ശിവനെ വിളിക്കുവാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പദമാണ്. പക്ഷേ ആ പദത്തിന് തന്നെയാണ് ദൈവം എന്ന പദമായിട്ട് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത്. പരമശിവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഹിന്ദു ഒരു ദൈവത്തെ വിളിക്കാൻ അവരുപയോഗിക്കുന്ന പദമാണ് പരമേശ്വർ എന്ന പദം. അതേ പദം തന്നെയാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ വിളിക്കാൻ. പിതാ പരമേശ്വർ, പിതാവാകുന്ന ദൈവം. പരമേശ്വർ എന്ന പദം ദൈവം എന്നതിന് ഹിന്ദിയിലും ഹിന്ദുക്കളുടെ ഇടയിലും ക്രൈസ്തവരുടെ ഇടയിലും ഒക്കെ കോമൺ ആയിട്ടുള്ള പദമാണ്. അതുകൊണ്ട് ആരെങ്കിലും പരമേശ്വർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിയാണെന്നല്ല, അദ്ദേഹം ഹിന്ദുവോ ആകാം ക്രിസ്ത്യാനിയോ ആകാം. മുസ്ലിങ്ങൾ കൂടുതൽ ഹുദ എന്ന പദമൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഉറുദുവിലൊക്കെയുള്ള ഒരു ശബ്ദമാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഹുദ എന്ന പദം ചിലരൊക്കെ ഉപയോഗിക്കാനുണ്ട്. ഹുദാവന്ത്, ഹുദ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. യേശു, ഈശ അല്ലെങ്കിൽ ഈശു എന്ന പേരിൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നു. ഇനി കർത്താവ് എന്ന പദത്തിന് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന പദമാണ് പ്രഭു. ഇനിയൊരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദു ദേവീ ദേവതാ സങ്കല്പങ്ങളിലും അവർ ഹിന്ദു ദൈവങ്ങളെ അവർ വിളിക്കുന്നത് പ്രഭു എന്നാണ്. ഹേ പ്രഭു എന്ന് അല്ലേ, ചില വീഡിയോ കണ്ടിട്ടില്ലേ, ഹേ പ്രഭു എന്ന് വിളിക്കുമ്പോൾ യേശു കർത്താവിനെ വിളിച്ചത് തെറ്റിദ്ധരിക്കല്ലേ. പ്രഭു എന്ന് പറഞ്ഞാലും അതൊരു കോമൺ ഒരു പ്രോനൗണാണ്. കർത്താവ്, ലോർഡ് എന്ന് വിളിക്കുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോനൗണാണ് പ്രഭു. അത് ക്രിസ്ത്യാനികളും കർത്താവിനെ വിളിക്കുമ്പോൾ പ്രഭു യേശുമശി എന്ന് വിളിക്കും. അത് ഹിന്ദുക്കൾ വിളിക്കുമ്പോൾ അവരുടെ ദൈവത്തെ പ്രഭു എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ പ്രഭു എന്ന് വിളിച്ചതുകൊണ്ടോ പരമേശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ടോ അതിൻ്റെ അർത്ഥം അവർ നമ്മൾ വിശ്വസിക്കുന്ന ക്രൈസ്തവമാകുന്ന എന്തെങ്കിലും സങ്കല്പത്തെ ആരാധിച്ചു എന്നല്ല. ആ തെറ്റിദ്ധാരണ അങ്ങ് നമുക്ക് മാറിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഗ്ദംപൂരിലെ വീഡിയോ ഒക്കെ കണ്ട ശേഷം ബീഹാറിലെ ചില പാസ്റ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരൊക്കെ പറഞ്ഞത് ഏറ്റവും ചുരുക്കമായിട്ട് ഇതാണ്: ബീഹാറിലും പ്രത്യേകിച്ച് നേപ്പാളിൻ്റെയൊക്കെ ബോർഡറിങ് സൈഡിലായിട്ട് ഒത്തിരി ആളുകൾ പിതാ പരമേശ്വരനെ ആരാധിക്കുന്ന, പരമാത്മാവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർക്ക് ക്രൈസ്തവ ആരാധനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മഗ്ദംപൂരിലെ ഈ ആരാധന അവർ പരമാത്മാവിനെയാണ് ആരാധിക്കുന്നത്, അവർ പിതാ പരമേശ്വരനെ ആരാധിക്കുന്നത്. അവർക്ക് ക്രൈസ്തവ ആരാധനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ആരാധനയിൽ ഉള്ള ഒരു പ്രത്യേകത, അവർ എല്ലാ ദൈവങ്ങളെയും അംഗീകരിക്കുന്നു. അതിന് ക്രിസ്ത്യൻ, ഹിന്ദു ദൈവങ്ങളുടെ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ക്രൈസ്തവരും മുസ്ലിങ്ങളും വരെ ആ സ്ഥലത്ത് പോകും. കാരണം അവിടുത്തെ ഒരു ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും കൂട്ടി ഒരു പരമാത്മാവ്, ഒരു അദൃശ്യ ശക്തി, നിരങ്കാരിയാകുന്ന ഒരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് യേശുമശിയെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരും അവിടെ പോകുന്നുണ്ട്, അവരോട് പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ക്രിസ്തീയ സമ്മേളനത്തിനല്ല പോയത്. അവിടെ നടക്കുന്ന ആരാധനയിൽ ബേസിക്കലി ഈ പറഞ്ഞ മുസ്ലിം ആയാലും ആരായാലും ചെല്ലും. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആരെങ്കിലും ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഈശാമശിയെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, യേശുമശിയെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഈ സമ്മേളനം ക്രൈസ്തവമാണെന്നല്ല, മറിച്ച് അങ്ങനെയുള്ള ആളുകളും അവിടെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ ആളൊന്നും ക്രിസ്ത്യാനിയല്ല കേട്ടോ. നിങ്ങളെ വീഡിയോ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിത് ക്രിസ്ത്യൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ചിലരൊക്കെ തട്ടിക്കെടുക, ചിലരൊക്കെ വഴക്കുണ്ടാക്കുക. ഞങ്ങൾ സനാതനധർമ്മമാണ്. അതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനി പഞ്ചാബിനെ കുറിച്ച് 2 സെൻറ്റൻസ് പറഞ്ഞങ്ങ് നിർത്തുകയാണ്. പഞ്ചാബിൽ വലിയ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സത്യമാണ്. അതിന് കൾച്ചറലായിട്ടുള്ള കാരണങ്ങളുണ്ട്. പഞ്ചാബിൻ്റെ തനത് സ്വഭാവമുണ്ട്. പഞ്ചാബ് എപ്പോഴും ഈ ബാബ കൾച്ചറിന് വലിയ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പേഴ്സണാലിറ്റി കൾട്ടിന് വലിയ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ്. വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. പഞ്ചാബിലുള്ള വലിയ ചർച്ച് ഗ്രോത്ത് സത്യത്തിൽ സംഭവിക്കുന്നത് ഏതൊക്കെ XOYZ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ബാബ കൈൻഡ് ഓഫ് ഫിഗേഴ്സ്, പേഴ്സണാലിറ്റി കൾട്ടുകൾ നിമിത്തമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു. അതിനെ ക്രിസ്ത്യൻ റിവൈവൽ എന്ന് വിളിക്കുന്നതിൽ കൂടുതൽ പഞ്ചാബിലെ ആ ഒരു വീരാരാധന ഉള്ള ഒരു കൂട്ടമായതുകൊണ്ട് അങ്ങനെയുള്ള കൾട്ട് ഫിഗേഴ്സിനെ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അപകടം ഞാൻ പറഞ്ഞു. വലിയ ദുരുപദേശങ്ങൾ ഈ കൾട്ട് ഫിഗേഴ്സ് പഠിപ്പിക്കാൻ സാധ്യതയുണ്ട്, വൻ വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടു. ബജീന്ദർ സിംഗിൻ്റെ അറസ്റ്റും അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. കാരണം പഞ്ചാബി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രശ്നമാണത്. അവിടെ ഒരു ഭാഗത്ത് ചർച്ച് ഗ്രോത്ത് എന്ന നിലയിൽ ലക്ഷങ്ങൾ തടിച്ചുകൂടുന്നു, പക്ഷേ അത് പ്രോപ്പർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരുന്ന ഒരു റിവൈവൽ അല്ല എന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു. പഞ്ചാബ്
ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പഞ്ചാബിൽ ഒരു വലിയ മുന്നേറ്റം കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് ഈ വീഡിയോ നിങ്ങൾ ദയവായി ഞാൻ നിങ്ങളുടെ സമയം കൂടുതലെടുത്തെങ്കിൽ ക്ഷമിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വിക്ടർ ജോർജിനും മാത്യു ഷമൽ സാറിനും നന്ദി പറയുകയാണ്. നമുക്ക് ഇങ്ങനെ സമ്പാദിക്കുവാൻ കഴിയുന്നത് തന്നെ ഒരു നല്ല ബ്ലെസ്സിങ് ആണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ എതിർപ്പുകളല്ല, മറിച്ച് ആശയപരമാകുന്ന ചില എതിർപ്പുകൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നു എന്ന് മാത്രം. മാത്യു ഷമൽ സാറിനെ കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ഒരിക്കൽ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് പ്രാർത്ഥിച്ചയക്കുവാൻ വീട്ടിൽ വന്ന ഒരു ഉപദേശിയെക്കുറിച്ചുള്ള വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആ വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്കകത്ത് മാത്യു ഷമൽ സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നും പറഞ്ഞു. എൻ്റെ ആ വീഡിയോയുടെ താഴെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഹാൻഡിലിൽ നിന്ന് ഒരു കമൻറ്റ് ഇട്ടു, താങ്ക് യു പാസ്റ്റർ എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എൻ്റെ ഹൃദയത്തെ നിറച്ചു. അങ്ങനെ മാത്യു ഷമൽ സാറിന് വേണ്ടിയും വിക്ടർ ജോർജിന് വേണ്ടിയും എൻ്റെ എല്ലാ കേൾവിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് സത്യം പുറത്തു വരണം, സത്യം ലോകമറിയണമെന്നുള്ളതാണ്. സത്യത്തിന് അസാധാരണമായ ശക്തിയാണ് പ്രേക്ഷകരെ. ദ ട്രൂത്ത് പ്രിവെയിൽസ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.